ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തലൈവൻ തലൈവി എന്ന മൂവിയാണ്. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലടുപ്പിച്ച് അവരെ ഡിവോഴ്സിന്റെ വക്കിൽ കൊണ്ടെത്തിക്കുന്ന അമ്മായിയമ്മയും നാത്തൂനും. ചുറ്റുമുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ ഒരു വിവാഹബന്ധത്തെ എത്രത്തോളം മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഈ ഒരു മൂവിലൂടെ കാണിക്കുന്നത്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു കള്ളനെയാണ്. ഏതൊരു അമ്പലത്തിലെ വലിയ മോഷണമൊക്കെ നടത്തിയിട്ട് അയാൾ ഇപ്പോൾ കുറച്ച് ദൂരെയുള്ള ഒരു കുലദേവതയുടെ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതേ അമ്പലത്തിലേക്ക് വരുന്ന മറ്റൊരു ചെറിയ ഫാമിലിയും കാണിക്കുന്നു. ഈ ഫാമിലിയിലെ പയ്യന്റെ ജന്മദിനമായത് കാരണം കേക്കൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ നായികയായ പേരെഴ്സിയുടെ കുടുംബത്തെ കാണിക്കുന്നു. കുറച്ച് നാളായിട്ട് പേരെഴ്സി തന്റെ ഭർത്താവ് ആകാശവീരനുമായിട്ട് വേർപിരിഞ്ഞ് കഴിയുകയാണ്. ആകാശം അറിയാതെ തന്റെ മകളുടെ മൊട്ടയടിക്കൽ ചടങ്ങിന് വേണ്ടിയിട്ട് തന്റെ അച്ഛനും അമ്മയും സഹോദരൻ പോർച്ചെൽവനും ഒത്ത് ഇതേ കുലദേവതയുടെ അടുത്തേക്കാണ് പോകുന്നത്. ആ ടൈമിൽ മോഷണം നടന്ന വീട്ടിലെ ആൾക്കാർ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസുകാരൻ നമ്മുടെ കള്ളനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ആൾക്കാരെല്ലാം തന്നെ കുലദേവതയുടെ അടുത്തെത്തി. കുഞ്ഞിന്റെ തല മൊട്ടയടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാർബർ വന്നിട്ടുണ്ട്. എന്നാൽ ഈ വിവരം എങ്ങനെയോ കുഞ്ഞിന്റെ അച്ഛനായ ആകാശിനെ അറിയുകയും താൻ അറിയാതെ തന്റെ കുഞ്ഞിന്റെ മൊട്ടയടിക്കൽ ചടങ്ങ് നടത്തുന്നതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കുലദേവതയുടെ അമ്പലത്തിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ പേരെഴ്സിയും ആകാശവീരനും തമ്മിൽ കണ്ടുമുട്ടുകയും കുഞ്ഞിന്റെ കാര്യവും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വഴക്കാവുകയാണ്. ചുറ്റുമുണ്ടായിരുന്ന ഈ ആൾക്കാരെല്ലാം തന്നെ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ ചുറ്റും കൂടി. ആകാശിന്റെ അമ്മ കൂടി എത്തിയപ്പോഴേക്കും ഇവർക്കിടയിലെ വഴക്ക് രൂക്ഷമാവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കിനിടയിൽ ആ ബാർബറിനെ പോലും ആകാശിനെ അടിക്കുന്നു. ഒടുവില് ജന്മദിനം ആഘോഷിക്കാൻ വന്ന കുട്ടിയുടെ അച്ഛനില്ലേ, അയാളാകട്ടെ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന്. അയാൾ ഇവരുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു. അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ആകാശിന്റെ വീട്ടുകാര് എല്ലാവരും ചേർന്നിട്ട് ഒരു ഹോട്ടൽ നടത്തുകയാണ്. ഒരു ദിവസം ആകാശിന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പേരെഴ്സിയുടെ വീട്ടിലേക്കാണ് ഇവർ വരുന്നത്. എന്നാൽ പേരെഴ്സി ഡബിൾ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് നിൽക്കുന്ന പെൺകുട്ടിയാണ്. ആകാശിനാകട്ടെ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. പക്ഷെ അവന്റെ അമ്മയാകട്ടെ ഇവരോട് പറയുന്നുണ്ട് അവൻ ഡബിൾ അമ്മയാണെന്ന്. പക്ഷെ അവന് ഈ ഹോട്ടലിൽ പൊറോട്ട ഉണ്ടാക്കുന്നതാ ഇഷ്ടം. അവൻ ഒരുപാട് വെറൈറ്റി ആയിട്ട് പല പൊറോട്ടകൾസ് ഉണ്ടാകും. അതിനെല്ലാം ഒരുപാട് ഫാൻസും ഉണ്ട്, നല്ല കച്ചവടവും ഉണ്ട്. പൊറോട്ട മേക്കറായ അവനെ തന്റെ മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് പേരെഴ്സിയുടെ അച്ഛൻ അരസാംഗം ചിന്തിക്കുന്നു. എന്നാൽ ഈ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ആകാശിന്റെ അമ്മയാകട്ടെ ഞങ്ങളുടേത് സ്വന്തം വീടാണെന്നും സ്വന്തം ഹോട്ടലാണെന്നും നല്ല കച്ചവടം ഉണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് മാക്സിമം സമ്മതിപ്പിക്കുന്നു. കണ്ട മാത്രയിൽ തന്നെ ആകാശിനും പേരെഴ്സിയും പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് മുൻപ് തന്നെ പേരെഴ്സിയുടെ സഹോദരൻ പോർച്ചെൽവൻ വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണമെന്ന് പറയുന്നു. ഒരു പൊറോട്ട മേക്കറിനെ കൊണ്ട് എന്റെ പെങ്ങളെ വിവാഹം കഴിപ്പിക്കുന്നതിൽ എനിക്ക് ചില എതിർപ്പുകളുണ്ട്. എന്നാ പിന്നെ ആലോചിച്ചിട്ടൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഇറങ്ങുകയാണ്. എന്നാൽ അതിനു മുമ്പ് ആകാശം താൻ കൊണ്ടുവന്ന സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ഒരു പൊറോട്ട കിഴി പേരെഴ്സിക്ക് കൊടുക്കുന്നു. അവളത് കഴിച്ചതും അവന്റെ ഫാനായി മാറി. മാത്രമല്ല അവളുടെ വീട്ടുകാർക്കും അവനുണ്ടാക്കിയ ആ ഡിഷ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾ അവളുടെ ചേട്ടന്റെ സമ്മതമൊന്നും നോക്കിയില്ല. ആകാശവുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. പലയിടത്ത് വെച്ച് ഇവർ കണ്ടുമുട്ടുകയും അവൻ പല ഡിഷസ് ഉണ്ടാക്കി അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അവളുടെ അച്ഛനും അമ്മയ്ക്കും അതിൽ വലിയ എതിർപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ആകാശം അവളോട് സത്യം തുറന്നു പറയുന്നു. താൻ 10ാം ക്ലാസ് ഫെയിലാണെന്നും തനിക്ക് ഡബിൾ അമ്മയൊന്നും ഇല്ലെന്നും. പക്ഷെ എന്നാലും അവനുണ്ടാക്കുന്ന ആഹാരത്തിന് ഇത്രയധികം ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അവൾ അതൊന്നും കാര്യമാക്കിയെടുത്തില്ല. ഹോട്ടൽ ജോലിയെങ്കിൽ ഹോട്ടൽ ജോലി. അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് പോർച്ചെൽവനാകട്ടെ ആകാശത്തിന്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ പോർച്ചെൽവന്റെ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട് ആകാശന്റെ കുടുംബം പഴയ ഗുണ്ടകളായിരുന്നുവെന്നും വളരെ മോശം ഫാമിലിയാണെന്നും അവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആർക്കും അവരുടെ കുടുംബത്തിലേക്ക് ഒരു പെണ്ണിനെ അയക്കാൻ തോന്നില്ല എന്നും പറയുന്നു. ഇതെല്ലാം കേട്ട് പോർച്ചെൽവൻ ആകെ ദേഷ്യത്തോടു കൂടി തന്റെ വീട്ടുകാരോട് വന്ന് ഈ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആകാശത്തിന്റെ അച്ഛനെ വിളിച്ചിട്ട് പോർച്ചെൽവവും അരസാംഗവും പറയുന്നുണ്ട് തങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലാന്ന്. ഈ സംഭവം അറിഞ്ഞതോടുകൂടി ആകാശം ആകെ ദേഷ്യത്തില് പേരെഴ്സിയുടെ വീട്ടിലേക്ക് വരുന്നു. പണ്ട് ഞങ്ങൾ ചില ഗുണ്ടാ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കരുതെന്നും ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടിയില്ല, ഹോട്ടൽ നടത്തി മാന്യമായിട്ടാണ് ജീവിക്കുന്നതെന്നും അവൻ പറയുന്നു. അവന് വിദ്യാഭ്യാസം കൂടി ഇല്ലാത്ത കാര്യം ഇവർ അറിഞ്ഞതോടുകൂടി ഒട്ടും ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാം കേട്ടുവരുന്ന പേരെഴ്സി പറയുന്നുണ്ട് ഈ പറയുന്ന ഗുണ്ടാ പരിപാടി എന്റെ അച്ഛൻ അരസാംഗവും സഹോദരൻ പോർച്ചെൽവവും ചെയ്തിട്ടുണ്ട്. അച്ഛനയാളെ കൊന്നിട്ട് ജയിലിൽ വരെ പോയിട്ടുണ്ട്. രണ്ടുപേരും നല്ല ഒന്നാന്തരം ഗുണ്ടകളായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ മാന്യമായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പേരിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കണ്ട എന്ന് അവൾ അച്ഛനും അമ്മയോടും പറയുന്നു. പക്ഷെ അവർ ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല. പോർച്ചെൽവവും അവന്റെ കൂട്ടുകാരൻ ചേർന്നിട്ട് ആകാശത്തിനെ അടിക്കുകയാണ്. ആകാശ് ആ കൂട്ടുകാരനെ അടിച്ചൊരു പരുവാക്കി. നിന്നെ അല്ലാതെ ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല എന്നും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങി വരണമെന്നും പേരെഴ്സിയോട് ആകാശം പറയുന്നു. അങ്ങനെ അവൾ അടുത്ത നിമിഷം തന്നെ തന്റെ വീട്ടുകാരെ വിട്ടിട്ട് ആകാശത്തിന്റെ കൂടെ ഇറങ്ങി പോവുകയാണ്. അതേസമയം ആകാശത്തിന്റെ അമ്മയാകട്ടെ പേരെഴ്സിയുടെ ആകാശത്തിന്റെയും ജാതകം തമ്മിൽ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ജോത്സ്യം പറയുന്നുണ്ട് പേരെഴ്സി ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെയും നിങ്ങളുടെ ഹസ്ബൻഡിനെയും ഫാമിലിയെല്ലാം ഒരു സൈഡിലേക്ക് ആക്കുമെന്നും അവൾ ഈ വീട്ടിന്റെ റാണിയായി മാറുമെന്നും. അങ്ങനെ ഒരു പെണ്ണ് വന്ന് തന്റെ വീട്ടിന്റെ എല്ലാ അധികാരവും കൈക്കലാക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ ഓൾറെഡി തന്നെ വിവാഹം ഒരു രീതിയിലും നടക്കരുതെന്നാണ് ആഗ്രഹിച്ചത്. അതിന്റെ ഇടയ്ക്കാകട്ടെ ഇവൻ വിളിച്ചു പറയുന്നു ഞാൻ അവളെയും കൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് വരണം. വരുമ്പോ അവൾക്ക് വേണ്ടി ഒരു സാരി എടുത്തിട്ട് വരണം. അവിടെ വെച്ച് കല്യാണം നടത്താൻ പോവുകയാണെന്ന് അവന്റെ അമ്മ ഫോണിലൂടെ
പറയുന്നുണ്ട് അവളെ തിരിച്ചു വിട്ടിട്ടുക, അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്ന്. പക്ഷെ ഇറങ്ങി വന്നു പോയില്ലേ, അത് കാരണം ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൻ പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ വീട്ടുകാര് സാധനങ്ങളുമായിട്ട് അമ്പലത്തിലെത്തി. ആകാശത്തിന്റെ അച്ഛന് ആ വിവാഹത്തിൽ ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആകാശത്തിന്റെ അമ്മയ്ക്കും സഹോദരി രാഘവർത്തിനിക്കും ഒട്ടും തന്നെ പേരെഴുസിയെ ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലാ മനസ്സോടെ അവർ ആ വിവാഹത്തിന് കൂട്ടുനിന്നു. വിവാഹം കഴിഞ്ഞാൽ നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കുമെന്നാണ് ആകാശ് അവൾക്ക് വാക്കുകൊടുത്തത്. അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടെയായിരുന്നു അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എല്ലാം അവൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാള് അവളുടെ വീട്ടുകാര് അവളോട് മിണ്ടാതിരുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോഴേക്കും അരസാംഗം അവളോട് വന്ന് മിണ്ടുകയും ആകാശത്തിന്റെ വീട്ടുകാരോട് വന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു. ഒരു ദിവസം ആകാശത്തിന്റെ അച്ഛനാകട്ടെ ഹോട്ടലിലെ കൗണ്ടറിൽ ഇരിക്കാൻ പേരെഴ്സിയോട് പറയുന്നു. ഇന്നേ വരെ കൗണ്ടറിൽ അവളെ ഇരുത്തിയിട്ടില്ല. കൂടുതലും ആകാശത്തിന്റെ അമ്മയാണ് ഇരിക്കുന്നത്. എന്നാൽ അവൾ അന്ന് കൗണ്ടറിലിരുന്നതും നല്ല വരുമാനവും നല്ല ലാഭവും ആ ദിവസം അവർക്ക് ആ ഹോട്ടലിൽ നിന്ന് കിട്ടി. അതാകട്ടെ ആകാശത്തിന്റെ അച്ഛൻ പറയുന്ന കേട്ടത് കാരണം ആകാശത്തിന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതുമില്ല. എന്റെ അധികാരം അവൾ കൈക്കലാക്കുകയോ എന്റെ കസേര അവൾ കൈക്കലാക്കുകയോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. താൻ ഇന്ന് കൗണ്ടറിലിരുന്ന കാര്യം പേരെഴ്സി തന്റെ അമ്മയോട് വിളിച്ചു പറയുന്നു. എന്നാൽ അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട്, കൗണ്ടറിലൊക്കെ ഇരിക്കുന്നത് കൊള്ളാം, പക്ഷെ എന്തേലും കാരണവശാൽ അവരാകട്ടെ ഫുഡ് വിളമ്പി കൊടുക്കാനോ എച്ചിൽത്തിട്ട് എടുക്കാനോ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും നീ എടുക്കാൻ പാടില്ല. കൗണ്ടറിലിരുന്ന് കാശ് വാങ്ങിക്കുന്ന ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആകാശത്തിന് ഒരു ഇളയ സഹോദരൻ കൂടിയുണ്ട്. അവനും ആ ഹോട്ടലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഒരു ദിവസം ആകാശത്തിന്റെ സഹോദരി രാഘവർത്തിന് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് അവളുടെ പേരിലുണ്ടായിരുന്ന ആ ഹോട്ടലിന്റെ ആ ബോർഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് പേരെഴ്സിയുടെ പേരിലാക്കി ഇപ്പോൾ ഹോട്ടലിന്റെ പേര്. അത് രാഘവർത്തിനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ വന്ന പാടെ തന്നെ പേരെഴ്സിക്ക് ഓരോ പണി കൊടുക്കാൻ തുടങ്ങി. കൗണ്ടറിൽ കയറി അവൾ ഇരുന്ന ശേഷം അരസിയോട് പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്ന കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടതെന്ന് പോയി ചോദിക്കാൻ. കൂടാതെ ചിലർക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്ക്, കറി വിളമ്പി കൊടുക്കുന്നൊക്കെ പറയുന്നു. അതൊന്നും ഒരു മടിയും കൂടാതെ പേരെഴ്സി ചെയ്തു. എന്നാൽ ഇവൾ ഇങ്ങനെ ഓരോ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ അമ്മയും അച്ഛനും അവളെ കാണാൻ വരുന്നത്. അവളുടെ അമ്മയ്ക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവര് നേരത്തെ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗണ്ടറിൽ മാത്രമേ ഇരിക്കാവൂ, വേറൊരു ജോലിയും ഹോട്ടലിൽ ചെയ്യരുതെന്ന്. പക്ഷേ ഇപ്പോൾ ഹോട്ടലിലെ ജോലിക്കാരിയാക്കി തന്റെ മകളെ ഇവര് മാറ്റിയിരിക്കുകയാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ആകാശത്തിന്റെ അമ്മയും പേരെഴ്സിക്ക് നല്ല പണി കൊടുത്തുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും അവർ ഓരോരോ പണി അവളെ കൊണ്ട് ചെയ്യിച്ചു. ഒരു ദിവസം ഹോട്ടലിൽ ക്ലീൻ ആക്കാൻ പറയുന്നു, അടുത്ത ദിവസം എച്ചിൽത്തട്ട് എടുക്കാൻ പറയുന്നു, അതിന്റെ അടുത്ത ദിവസം ഹോട്ടലിലെ മുഴുവൻ പാത്രങ്ങളും കഴുകാൻ പറയുന്നു. പതിയെ പതിയെ അവൾ അവിടുത്തെ ഒരു വേലക്കാരിയാകുന്ന രീതിയായിരുന്നു. ഇത് കണ്ടുകൊണ്ടുവന്ന ആകാശമാകട്ടെ അവളുടെ കൂടെ എല്ലാ ജോലിയിലും അവളെ ഹെൽപ്പ് ചെയ്യാൻ കയറുന്നു. എന്നാൽ അവൾ അതിനെല്ലാം തന്നെ അവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ട് ഈ ജോലിയൊക്കെ അല്ലേ ചെയ്യിക്കുന്നതെന്ന് പറയുന്നു. ആകാശത്തിന്റെ അമ്മ അവൾക്ക് ഓരോ പണി കൊടുക്കുമ്പോൾ അവൻ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളെ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നല്ലത് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഒരു രീതിയിൽ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ നിന്ന് കഷ്ടപ്പെടുകയായിരുന്നു ആകാശം. ഈ സംഭവങ്ങളൊക്കെ അറിയുന്ന പേരെഴ്സിയുടെ അമ്മയാകട്ടെ അവൾക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നീ അവിടുത്തെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, നീ ആകാശത്തിനെ കൂട്ടി സെപ്പറേറ്റ് വീടെടുത്ത് താമസിക്കണമെന്നും എന്നാൽ മാത്രമേ സന്തോഷം കിട്ടൂന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു സൈഡിൽ ആകാശത്തിന്റെ അമ്മ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മറ്റൊരു സൈഡിൽ പേരെഴ്സിക്ക് അവളുടെ അമ്മ ഓരോന്നോരോന്ന് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ആയതോടുകൂടി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പതിയെ പതിയെ ആകാശത്തിന്റെയും പേരെഴ്സിയുടെ ഇടയിൽ വഴക്കുകൾ തുടങ്ങി. അതെല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു ആകാശത്തിന്റെ സഹോദരി. അങ്ങനെ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഇതൊക്കെയായിരുന്നു അവിടെ നിന്ന് പ്രശ്നങ്ങളെന്നും ഇതിനെല്ലാം കാരണം ഈ വീട്ടുകാരും കൂടിയാണെന്നും അവർ പരസ്പരം പറയുന്നു. ഇവരുടെ ഈ പ്രശ്നങ്ങൾ വലിയ അടിയിലേക്ക് പോകുന്നു മനസ്സിലാക്കിയ അവിടെ നിന്ന് ഒരാളാകട്ടെ നമ്മുടെ കള്ളന്റെ കയ്യിൽ നിന്നും അവന്റെ ഫോൺ വാങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. കള്ളന്റെ നമ്പർ കണ്ടപ്പോഴേ പോലീസുകാർക്ക് മനസ്സിലായി. എന്നാൽ വിളിച്ചയാൾ മറ്റൊരാളാണല്ലോ. അയാൾ ഇവിടെ നടക്കാൻ പോകുന്ന അടിയെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അവിടെ തന്നെ ഈ കള്ളനുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാര് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതിനോടകം പോർസെൽവനും ഇവിടെ നടക്കുന്ന പ്രശ്നത്തെ പറ്റി അറിവ് കിട്ടി. അവനും തന്റെ കൂട്ടുകാരനെയും കൂട്ടി വേറെ കുറച്ച് ആൾക്കാരെയും കൂട്ടി ആകാശത്തിനെ അടിക്കാൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതിന്റെ അടിക്ക് ആ ബാർബറില്ലേ, അയാളാകട്ടെ തന്നെ ആകാശം അടിച്ചതിന്റെ പേരില് ആകാശത്തിന് അടി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കുറച്ച് റിലേറ്റീവ്സിനെയും കൂട്ടി വരികയാണ്. ആരൊക്കെ വന്നാലും ശരി തന്റെ മകളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ ആകാശം കുഞ്ഞിനെ എടുത്തു നിൽക്കുന്നു. ആ കുഞ്ഞിന്റെ പാതി തലമുടിയെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പാതി ഇനി എടുക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ് അവിടേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എം.എൽ.എയും എം.എൽ.എയുടെ അനുയായികളും വരുന്നത്. ഇവരാകട്ടെ എം.എൽ.എയുടെ അനുയായികളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ കുടുംബ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. രണ്ടുപേരും പിരിഞ്ഞു പോകാതെ എങ്ങനെയെങ്കിലും ഒരുമിച്ച് ചേർത്ത് വെക്കണം. ശരിക്കും ഇവർ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞു നിൽക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് അവർ അന്വേഷിക്കുന്നു. അങ്ങനെ കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. നിരന്തരമായിട്ട് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം ഓരോ ദിവസവും വഴക്കിടുമ്പോൾ പേരെഴ്സിയാകട്ടെ പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോകും. ഓരോ ദിവസവും ആകാശമാകട്ടെ അവളെ പറഞ്ഞ് പിണക്കം മാറ്റി തിരിച്ചു കൊണ്ടുവരാൻ അവളുടെ വീട്ടിലേക്ക് അവളുടെ പിറകെ പോകും. ഇത് പതിവായിക്കൊണ്ടേയിരുന്നു. പ്രശ്നങ്ങളൊക്കെ
ഒന്ന് മാറി വീണ്ടും നല്ല രീതിയിൽ പോകുമ്പോ ആകാശത്തിന്റെ സഹോദരി വരികയും അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പേരൻസിയുമായിട്ട് വഴക്കിടുകയും ചെയ്യും. ഇവള് വന്നാൽ തന്നെ ഈ വീട്ടിലെ പ്രശ്നമാണെന്ന് പേരൻസി പറയുന്നു. ഞാനിങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ എന്ന് പേരൻസിയോട് അവളും ചോദിക്കും. അങ്ങനെ വീണ്ടും വഴക്കുണ്ടാകും. അവള് വീണ്ടും ഇറങ്ങിപ്പോകും. അങ്ങനെ ഇറങ്ങിപ്പോയതും ഒരു ദിവസം ആകാശം ഇവളുടെ പിറകെ തന്നെ ഇവളുടെ വീട്ടിലെത്തുന്നു. ആകാശത്തിനെ കണ്ടതും അരസാംഗം ആകട്ടെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ അകത്തേക്ക് വിളിക്കുന്നു. എന്നാൽ തനിക്ക് ഇഷ്ടപ്പെടാതെ തന്റെ പെങ്ങളെ ഇവൻ വിവാഹം കഴിച്ചത് ഇപ്പോഴും പോർസെൽവന് ഇഷ്ടമായിരുന്നല്ലോ. അതുകൊണ്ട് അവനാകട്ടെ ആകാശവുമായിട്ട് മിണ്ടില്ലായിരുന്നു. എന്നാൽ ആകാശം വിഷമത്തോടു കൂടി അരസാംഗത്തിനോട് പറയുന്നുണ്ട്, എവിടെയെങ്കിലും ഇതുപോലെ അളിയൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവിടെ വന്ന് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ ചില ആൾക്കാർ തയ്യാറാകില്ല. പക്ഷെ ഞാനതെല്ലാം തന്നെ വിട്ടിട്ട് എന്റെ അരസിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആഹാരം കഴിക്കും. അങ്ങനെ പിന്നീട് സംസാരിച്ച് ഇവർക്കിടയിലെ പ്രശ്നം തീരുകയും ഇവർ സന്തോഷത്തോടെ അവിടെ കിടന്നുറങ്ങുകയും ചെയ്യും. വീണ്ടും തിരിച്ച് ആകാശത്തിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും. ഇത് പതിവായിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ഒരു ദിവസം പേരെഴുസി പ്രഗ്നന്റ് ആയി. അവളുടെ ചടങ്ങുകളെല്ലാം തന്നെ നല്ല ആഘോഷത്തോടു കൂടിയാണ് ഇവർ നടത്തിയത്. പോർസെൽവനും ആ കുഞ്ഞിനെ നല്ലപോലെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ വീണ്ടും വഴക്കുകളും പ്രശ്നങ്ങളും തുടങ്ങിയതോടുകൂടി അവരുടെ സമാധാനം ഇല്ലാതായി. ഇതെന്തായാലും ഒത്തുപോകില്ല എന്ന് ഇവർ പറയുന്നു. ഡിവോഴ്സ് തന്നെയാണ് നല്ലതെന്ന് ചിലർ അഭിപ്രായം പറയുന്നു. ആകാശത്തിന്റെ സഹോദരി രാഘവർത്തിനിയുടെ ഭർത്താവ് നാഗപാമ്പായിരുന്നു ഈ ഡിവോഴ്സിന്റെ കാര്യത്തിന് മുൻകൈ എടുത്തുന്നത്. ഡിവോഴ്സിനുള്ള പേപ്പേഴ്സ് എല്ലാം ഞാൻ തയ്യാറാക്കി കൊണ്ടുവരാം, അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ സ്വർണവും പണവും തിരിച്ചു കൊടുത്താൽ മതി എന്ന് അയാൾ പറയുന്നു. ഡിവോഴ്സ് ആകാൻ വേണ്ടിയിട്ട് പിന്നീട് എന്ത് പ്രശ്നം നടന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നിരന്തരം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതോടുകൂടി ആകാശത്തിന്റെ അമ്മ രണ്ടാമത് ആകാശത്തിനെ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള പ്ലാൻ ഇടുകയായിരുന്നു. അതായത് അവന്റെ മുറപ്പെണ്ണിനെ കൊണ്ട്. അതിനുള്ള താലം എക്സ്ചേഞ്ച് ചെയ്യുന്നതും അവരതിനെപ്പറ്റി സംസാരിച്ചതും എല്ലാം തന്നെ എങ്ങനെയോ പേരെഴുസി അറിയുന്നു. അതവള് അവളുടെ അമ്മായിയമ്മയോട് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്, നിന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്റെ മകനെ കൊണ്ട് അവന്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുമെന്ന്. ഈ സംഭവത്തിന്റെ പേരിൽ ആകാശവുമായിട്ട് അവൾ വഴക്കിടുന്നു. നിങ്ങളുടെ അമ്മയ്ക്കും സഹോദരിക്കും എന്നെ ഇഷ്ടമല്ല എന്നും എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണെന്നും പറയുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ആകാശത്തിന് അറിയില്ലായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി പലതവണ ഇവിടെ വരുന്നതും ആകാശത്തിനോട് ചിരിച്ച് സംസാരിക്കുന്നതും തമാശക്കായിട്ടാണെങ്കിലും പലപ്പോഴും അവൾ പേരെഴുസിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം നിന്നെ ഒഴിവാക്കിയിട്ട് എന്നെ കെട്ടുമെന്ന്. ഇതെല്ലാം ഇവളുടെ മനസ്സിൽ കിടക്കുന്ന കാരണം ഇവർക്കിടയിൽ എന്തോ ബന്ധമുണ്ടെന്ന് പേരെഴുസി വിചാരിക്കുന്നു. എന്നാൽ ആകാശം പലതവണ പറയുന്നുണ്ട്, ഞാൻ അവളെ സഹോദരിയെ പോലെ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധമില്ലാന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമൂത്ത് ആകെ തകർന്നിരിക്കുകയായിരുന്നു പേരെഴുസി. അവൾ കരഞ്ഞുകൊണ്ട് പോർസെൽവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ. ആ ടൈമിൽ വഴക്കെല്ലാം കാരണം ദേഷ്യം വന്ന ആകാശം ഞാൻ ചാവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു ചെറിയ കിണറിലേക്ക് എടുത്ത് ചാടി. എന്നാൽ അതിൽ ചാകാൻ മാത്രം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനകത്ത് പെട്ടുപോയി. ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വിളിച്ചു പോവുകയാണ്. കറക്റ്റ് ആ സമയത്താണ് പോർസെൽവൻ അയാളുടെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുവന്ന് പേരെഴുസിയും കുട്ടിയും കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കുട്ടിയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആകാശത്തിന്റെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയതും പോർസെൽവൻ വയസ്സായ ആളെന്നോ സ്ത്രീയെന്നോ ഒന്നും നോക്കാതെ അവരെ എല്ലാവരെയും തന്നെ അടിച്ചു. എന്നിട്ട് കുഞ്ഞിനെയും പേരെഴുസിയും കൊണ്ടുപോകുന്നു. എന്നാൽ ഇവരെയൊന്നും അടിച്ചത് ശരിയായില്ല എന്ന് പേരെഴുസി പലതവണ പറഞ്ഞിട്ടും പോർസെൽവം അതൊന്നും തന്നെ കേട്ടില്ല. ഇത് വലിയ പ്രശ്നമാകുമെന്ന് അവൾക്ക് മനസ്സിലായി. എങ്ങനെയൊക്കെ കിണറിൽ നിന്ന് കയറി തിരിച്ചു വന്ന ആകാശം കാണുന്നത് തന്റെ വീട്ടുകാരെ എല്ലാം തന്നെ പോർസെൽവം അടിച്ചിട്ട് പോയിരിക്കുന്നതാണ്. അവനും ആകെ തകർന്നുപോയി. അവൻ പോർസെൽവത്തിന്റെ ആൾക്കാരെ അടിക്കാൻ പോകുന്നു. അവരുമായിട്ടൊക്കെ കുറെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോടകം തന്നെ പോർസെൽവം സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം പോലീസുകാര് ആകാശിനെ വിളിപ്പിക്കുന്നു. ഒരു കാരണവശാലും പേരൻസിയുടെ വീട്ടിൽ പോകാനോ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാനോ പാടില്ല എന്ന് അവനിൽ നിന്നും എഴുതി വാങ്ങിക്കുന്നു. അത് കാരണം പിന്നീട് അവൻ അങ്ങോട്ട് പോകാനേ പറ്റിയില്ല. നേരത്തേക്ക് ഓരോ തവണ വഴക്കുണ്ടാക്കി പോകുമ്പോഴും അവൻ പിറകെ പോയി വഴക്കു മാറ്റി തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഇത്തവണ അത് പറ്റില്ല. എന്നാൽ അവനാകട്ടെ പേരെഴുസിയും മകളെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ അമ്പലത്തിലും കയറിയിറങ്ങി തങ്ങളുടെ ബന്ധം പഴയതുപോലെ ആകാൻ വേണ്ടിയിട്ടും തങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടും അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ പേരെഴുസിയും ചെയ്തുകൊണ്ടിരുന്നു. അവൾക്കും ആകാശം ഇല്ലാതെ പറ്റില്ല. എന്നാൽ അവൾക്ക് തിരിച്ചങ്ങോട്ട് പോകാനും വയ്യ. അവൻ വന്ന് വിളിക്കുകയാണെങ്കിൽ അവൾ അടുത്ത നിമിഷം പോകും. പക്ഷെ അവനാകട്ടെ പതിവ് പോലെ വിളിക്കാൻ വരുന്നുമില്ല. ആകാശം തന്റെ വീട്ടുകാരോട് പറയുന്നുണ്ട് തന്റെ കുഞ്ഞിനെയും തന്റെ വൈഫിനെയും താൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന്. അവൻ ആകെ തകർന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. അതിനിടയ്ക്ക് ആ കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വന്ന ആ വ്യക്തിയില്ലേ, അയാളാകട്ടെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഇവരെ തമ്മിൽ ഇങ്ങനെ പിരിക്കാൻ പാടില്ല. എന്റെ സഹോദരിയും ഇതുപോലെ ഡിവോഴ്സ് ആയതാണ്. ഒരു നിമിഷം ചെറിയ സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിലായി പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. എന്നാൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് അതൊന്നും വേണ്ടായിരുന്നുവെന്നും അതൊക്കെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളായിരുന്നുവെന്നും മനസ്സിലാക്കിയത്. അവളെന്ന് അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ഈഗോയാണ്. നിങ്ങൾക്കിടയിൽ അത് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇവരുടെ വഴക്കിനിടയിൽ ഇയാള് പറയുന്ന കാര്യങ്ങളൊന്നും ആരും മൈൻഡ് പോലും ആക്കുന്നില്ല. ഇവിടെ പോർസെൽവൻ തന്റെ ആൾക്കാരെയും കൂട്ടി ആ കുലദേവതയുടെ അമ്പലത്തിലേക്ക് വന്നു. എന്നാൽ അവർ തമ്മിൽ എന്തെങ്കിലും അടി തുടങ്ങുന്നതിന് മുമ്പ് MLAയുടെ ആൾക്കാർ വന്ന് അവരെ രണ്ടുപേരെയും പിടിച്ചുമാറ്റി. അപ്പോഴേക്കും ആകാശത്തിന്റെ അളിയനാകട്ടെ ഡിവോഴ്സ് പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവര് കൊടുത്ത സ്വർണ്ണം എല്ലാം തന്നെ പേരൻസിന്റെ കുടുംബത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആകാശത്തിന്റെ അമ്മയ്ക്ക് ഇപ്പൊ
വിഷമം തോന്നാൻ തുടങ്ങി. ഡിവോഴ്സ് പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവളുമായിട്ടുള്ള ബന്ധമെല്ലാം തീരും, അതുപോലെ തന്നെ കുഞ്ഞിനെ പോലും ചിലപ്പോൾ നഷ്ടപ്പെടും. അത് കാരണം അവനോട് സൈൻ ചെയ്യണ്ടെന്ന് പറയുന്നു. പേരൻസിയുടെ ഈ പേപ്പർ കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം സൈൻ ചെയ്യില്ല, ആകാശം തന്നെ സൈൻ ചെയ്യട്ടെ എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ആകാശം കൂടുതൽ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. അവൻ ആ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നു. നിനക്കിതല്ലേ വേണ്ടത്, നീ പോയി സന്തോഷത്തോടെ ജീവിക്കുന്ന പറഞ്ഞിട്ട് അവൻ പേപ്പറിൽ സൈൻ ചെയ്തു. പക്ഷെ പേരൻസിയുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നു പോകുന്നു. കാരണം ആകാശത്തിന്റെ അളിയനാണ് ഇപ്പോൾ ഡിവോഴ്സ് പേപ്പേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അയാള് തന്നെയായിരുന്നു ഇവളോട് പറഞ്ഞത് ആകാശത്തിന്റെ അമ്മ ഇവന് വേണ്ടിയിട്ട് ആ മുറപ്പെണ്ണിനെ ആലോചിക്കുന്നുണ്ടെന്നും ഇവരെ തമ്മിൽ പിരിക്കാൻ പലരും പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആകാശത്തിന്റെ അമ്മയ്ക്ക് സഹിച്ചില്ല. അവരാകട്ടെ ആകാശം അവിടുന്ന് ഓട്ടോ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയതും പേരൻസിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെയും വാങ്ങിക്കൊണ്ട് അവന്റെ ഓട്ടോയിലേക്ക് ചാടിക്കയറി. നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകാമെന്ന് പറയുന്നു. എന്നാൽ ഇത് കണ്ട് പേരൻസി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോകണ്ട, ഞാനും വരുന്നു, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന്. ഇപ്പോൾ ഡിവോഴ്സ് പേപ്പേഴ്സിൽ സൈൻ ചെയ്തവരാണ്, പക്ഷെ അടുത്ത നിമിഷം തന്നെ ഒന്നിച്ചിരിക്കുന്നു. അവള് ഓടി ഓട്ടോയിൽ കയറി. അങ്ങനെ ഓട്ടോ എടുത്തുകൊണ്ട് അവൻ മുന്നോട്ട് പോയി. പക്ഷെ അരസയും കുഞ്ഞിനെയും അവിടെ എന്താ നടന്നതെന്ന് ഒരു നിമിഷം ആർക്കും മനസ്സിലായില്ല. അരസയുടെ അമ്മ വിളിച്ചു പറയുന്നുണ്ട് തന്റെ മോളെയും കുഞ്ഞിനെയും അവൻ തട്ടിക്കൊണ്ടു പോകുന്നുവെന്ന്. ഇത് കേട്ട് പോർസെൽവോ അവന്റെ കൂട്ടുകാരും ആകാശിനെ തടയാൻ വേണ്ടിയിട്ട് അവന്റെ ഓട്ടോയുടെ പിന്നാലെ പോയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ പ്രശ്നം നടക്കുകയാണ്. ആ ടൈമിൽ പെട്ടെന്ന് അരസാംഗം വന്ന് അവിടെ പറയുന്നുണ്ട് അവൾ അവളുടെ ഇഷ്ടത്തിന് പോയതാ, അതിൽ ആരും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന്. കാരണം ഇത് അരസാംഗം കൂടി അറിഞ്ഞിട്ടുള്ള കളിയായിരുന്നു. അയാൾക്കും തന്റെ മകള് ആകാശത്തിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തന്നെയാണ്. ഇവിടെ കുഞ്ഞിനെ മൊട്ടയടിക്കാൻ കൊണ്ടുവരുന്ന വിവരം അയാൾ തന്നെയാണ് വേറൊരാൾ വഴി ആകാശത്തിനെ അറിയിച്ചത്. സ്വന്തം മകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീയും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ തന്റെ ഭാര്യയുടെ മുഖത്തടിക്കുന്നു. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കിനിടയിൽ പോർസെൽവനും ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നു. അവന്റെ കൂട്ടുകാരൻ അവനോട് പറഞ്ഞ കാര്യങ്ങളിൽ പലതും കള്ളവായിരുന്നു. ആകാശത്തിന്റെ കുടുംബം അത്ര മോശക്കാരൊന്നുമല്ല. ആ കൂട്ടുകാരന് പേരെഴുസിയെ സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവളുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടുകാരൻ ശ്രമിച്ചത്. അവൻ ഈ കള്ളങ്ങളെല്ലാം പോർസെൽവന് പറഞ്ഞു കൊടുത്തതും ഇവിടെ ആ ബാർബർ തന്റെ ആൾക്കാരെയും കൂട്ടി ഇവനെ അടിക്കാൻ വന്നില്ലേ, ഒരു വിധത്തിൽ അതും പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇവിടെ ആകാശത്തിന്റെ അമ്മയും പേരെഴുസിയോട് തുറന്നു പറയുന്നുണ്ട്, ഞാൻ എന്റെ മകനു വേണ്ടിയിട്ട് മുറപ്പെണ്ണിനെ ആലോചിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ്, അതൊരിക്കലും ആകാശത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, അവന്റെ അനിയന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ആകാശത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് കള്ളം പറഞ്ഞത്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ട് അവർ ഒരുമിച്ചിരുന്ന് കുഞ്ഞിന്റെ തല മുട്ടയടിക്കുന്നു. ഇവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയ സന്തോഷത്തില് ആ നാട്ടുകാരനും അയാളുടെ മകന്റെ ജന്മദിനം ആഘോഷിക്കാൻ പോയി. അയാൾ ഒരു ദിവസം രാത്രി ഇവരുടെ ഹോട്ടലിന്റെ അടുത്തൂടെ പോകുമ്പോ ഇവരെല്ലാവരും സന്തോഷിച്ച് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോൾ ഇവരാകട്ടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നു. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പേരൻസ് വീണ്ടും ആകാശത്തിന്റെ കുടുംബത്തിന്റെ പേരിൽ കേസ് കൊടുത്തു എന്ന്. വീണ്ടും അവർക്കിടയിൽ എന്തോ പ്രശ്നമായി. ഒടുവിൽ വീണ്ടും ആ പ്രശ്നം മൂത്ത് ഇവരാകട്ടെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയിൽ വരെ എത്തി. കോടതി ഇവർക്ക് ഡിവോഴ്സും കൊടുത്തു. എന്നാൽ വീണ്ടും അടുത്ത ദിവസം ഇവർ വീണ്ടും ഒരുമിച്ച് ആ ഹോട്ടലിൽ വീണ്ടും ജോലിയെടുക്കുന്നു. സ്നേഹത്തോടു കൂടി വീണ്ടും കുടുംബമായിട്ട് താമസിക്കുന്നു. ഇതെന്തായി നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ നിങ്ങൾ വീണ്ടും ഒന്നിച്ചു എന്ന് ചോദിക്കുമ്പോൾ പേരൻസി പറയുന്നുണ്ട് ഇത്രയും നാളും പരസ്പരം ചുമ്മാ വെറുതെ പിണങ്ങിപ്പോയി നിൽക്കുകയും തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ കോർട്ടിൽ നിന്നും ഡിവോഴ്സ് വാങ്ങി ബന്ധം അവസാനിപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ഇനി ഒരിക്കലും അവൻ തന്റെ ഭർത്താവല്ലാന്നും താൻ അവന്റെ ഭാര്യയല്ലാന്നും ഇനി പിണക്കം മാറ്റാൻ ഒരിക്കലും അവൻ തിരിച്ചു വരില്ല എന്നും. ആ ഒരു സത്യം മനസ്സിലാക്കിയതോടുകൂടി അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അവൾ അവനെ കോൾ ചെയ്തു. അടുത്ത നിമിഷം തന്നെ അവൻ ഓടി അവളുടെ അടുത്തേക്ക് വരികയും ചെയ്തു. നമ്മൾക്ക് ജഡ്ജ്മെന്റ് തരാൻ വേണ്ടിയിട്ട് ജഡ്ജിയൊക്കെ ആരാണ്, അവര് ഡിവോഴ്സ് തന്നെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും. അതും പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ച് സന്തോഷിച്ച് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഡൈവോഴ്സ് വാങ്ങിയ ആൾക്കാർ വീണ്ടും ഒന്നിച്ച് കണ്ടിട്ട് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം തന്നെ കൗതുകത്തോടെ നോക്കുകയായിരുന്നു. ഇവരൊന്നും നമ്മളെപ്പോലെ സാധാരണക്കാരെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.